നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ വാ, മോളുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാനാ ഞാൻ വന്നത്. മോൾക്ക് പേടിയുണ്ടോ? അല്പം പേടിച്ചിട്ടുണ്ട്. പേടിച്ചിട്ടുണ്ടല്ലേ? എന്താ ചേച്ചി? ചേച്ചിന്നല്ല, ഡോക്ടറെന്ന് വിളിക്കണം മോളെ. ഞാൻ മനസ്സിനെ ചികിത്സിക്കാൻ വന്നതാ. നല്ല ഉഗ്രം മരുന്ന് തരുന്നുണ്ട് കേട്ടോ. മോൾക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലല്ലേ? ഇല്ല. മനസ്സിലാവും മോളെ. മോൾക്ക് അജുവേട്ടന് നേരത്തെ പരിചയമുണ്ടോ? അജുവേട്ടനോ? എന്നുവെച്ചാ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ അർജുൻ എന്ന പേര്. ഞാൻ പക്ഷേ അജുവേട്ടൻ എന്നാ വിളിക്കുന്നേ. അങ്ങനെ ചോദിച്ചതാ അജുവേട്ടനെ, ഐ മീൻ അർജുനെ നേരിട്ട് പരിചയമുണ്ടോന്ന്. ഇല്ല. കേസിന്റെ കാര്യത്തിനാണോ അർജുനെ കാണാൻ പോയത്? ഡോക്ടർ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? എന്ത് ചോദ്യം മോളെ. ചികിത്സിക്കണമെങ്കിൽ ആദ്യം അടിസ്ഥാന കാര്യങ്ങൾ അറിയണം. അതുകൊണ്ടാ ഇതൊക്കെ ചോദിക്കുന്നേ. അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോയതാ. അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ? എല്ലാവർക്കും സ്വന്തം അച്ഛനെ ഇഷ്ടമല്ലേ? എന്റെ അച്ഛന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അപ്പോ അച്ഛന് വേണ്ടി എന്തും ചെയ്യും? എന്തും ചെയ്യും, ശരിയും തെറ്റും. എന്താ മോളെ? അല്ല, പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു പേടി വന്നു അല്ലേ? മാറ്റിത്തരാം, പേടിയൊക്കെ മാറ്റിത്തരാം. അർജുന ആളെങ്ങനെയാ? മഹാവൃത്തിയിട്ടവനാ അല്ലേ? ഫോണിൽ അനാവശ്യ മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നോ? അയക്കുമായിരുന്നോ? എന്താ പറഞ്ഞ? എന്താ? മോള് പേടിച്ചോ? ഡോക്ടർ ചോദിച്ചതാ എന്താ പറഞ്ഞേന്ന്. ഡോക്ടർക്ക് ചെവി കുറച്ച് കേൾവിക്കുറവുണ്ട്, അതുകൊണ്ടാ ഒച്ചത്തി പറഞ്ഞേ. അപ്പൊ അർജുൻ അയച്ച മെസ്സേജുകൾ മോളുടെ ഫോണിലുണ്ട്. ഒന്ന് കാണാമോ? ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതെന്തിനാ മോളെ ഡിലീറ്റ് ആക്കി കളഞ്ഞ? എന്തിനാണെന്ന്? പേടിക്കണ്ട മോളെ, ഞാൻ ഡോക്ടറല്ലേ, മരുന്ന് തരാൻ വന്നാണെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഡോക്ടറുടെ മുഖം വ്യക്തമായിട്ടൊന്ന് കാണണം. മുഖം എന്തിനാ മോളെ കാണുന്നേ? മനസ്സുകൾ തമ്മിൽ അറിഞ്ഞാ പോരെ? മോളുടെ പിന്നിൽ ആരൊക്കെയാ? എന്താ? അല്ല, ഈ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന്. അതിനെന്തിനാ എന്റെ പിന്നിൽ ആരൊക്കെയാണെന്ന് ചോദിച്ചത്? അത് ഞാൻ കുറച്ച് അലങ്കാരം കൂട്ടി ചോദിച്ചതാ മോളെ, ചുമ്മാ ഒരു രസത്തിന്. മോളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? പഴഞ്ചൊല്ലോ? പഴഞ്ചൊല്ല്. ഈ ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുത്, അങ്ങനെയാണെങ്കിൽ മരുന്ന് മാറും. എന്താ? മോളുള്ളത് പറ, ഞാൻ രക്ഷിക്കാം. മോൾ ആകെ ടെൻഷനിലല്ലേ? ടെൻഷനുണ്ടോ? എന്ത് ടെൻഷൻ? ടെൻഷൻ എന്ന് വെച്ചാൽ എന്താന്നറിയില്ലേ? കണ്ടോ, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ മോൾക്ക് എന്തോ തോന്നിയില്ലേ? ഇതിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ചോദിക്കട്ടെ, മോൾക്ക് മോളുടെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണോ? ഇറക്കണം, അതാ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാ ഞാൻ. ഒന്നുമില്ല. ഒന്നുമില്ലേ? ഡോക്ടർ എന്നെ തല്ലിയല്ലേ? അതെ, ഞാനൊരു ഡോക്ടറാ. ചില സമയത്ത് നിയന്ത്രണം വിട്ടുപോകും. അങ്ങനെ ചെയ്താ. നിങ്ങൾ ഡോക്ടർ അല്ല. അയ്യോ, ഞാൻ ഡോക്ടറാ മോളെ, സത്യമായിട്ടും ഡോക്ടറാ. നല്ല ഒന്നാം തരം ഡോക്ടർ. ഞാൻ തല്ലിയില്ലേ? ഇതും ചികിത്സയുടെ ഭാഗമാ. ചേട്ടാ,
പൂജേച്ചിയെ കാണുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അകത്ത് കുടുങ്ങിയിട്ടുണ്ടാവുന്ന വല്ല പ്രശ്നം കാണും. നമുക്ക് അകത്ത് കയറി നോക്കണോ? കുറച്ച് സമയം കൂടെ നോക്കാം. കണ്ണിലേക്ക് ചെന്ന് നോക്കാം. എന്തൊക്കെയാ ഈ പറയുന്നേ? ഭൂമിയിൽ തെറ്റ് ചെയ്യുന്നവർക്ക് പരലോകത്ത് നരകമാ വിധിച്ചിട്ടുള്ള. ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് ആർക്കും മറഞ്ഞിരിക്കാൻ പറ്റില്ല. നമുക്ക് വീണ്ടും കാണാം. കൗൺസിലിങ്ങിന് വീണ്ടും ഞാൻ വരുന്നുണ്ട്. കേട്ടോടി? എന്തെങ്കിലും അബദ്ധം പറ്റിയോ? ഓടി വരും പോലെയാണല്ലോ വരുന്നത്. അഖിലേ, വിട്ടോ വിട്ടോ. വണ്ടി എടുക്ക്. എന്താ ചേച്ചി പ്രശ്നം? വണ്ടി എടുക്ക്. വാ വാ. എന്തായി ചേച്ചി കാര്യങ്ങള്? വിജയം, 100% വിജയം. ആ കള്ളി എന്താ പറയുന്നു? ചോദിക്കേണ്ട രീതിയിലൊക്കെ അവളോട് ചോദിച്ചു. കിട്ടേണ്ടതൊക്കെ ദാ ഇതിൽ കിട്ടിയിട്ടുണ്ട്. ചേച്ചിയെ കണ്ടപ്പോ അവള് പതറിയോ? ഞാൻ അവളുടെ മുഖഭാവം കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നെ തിരിച്ചറിഞ്ഞ് അവള് വിളറി വെളുത്തു. ചേച്ചി എങ്ങനെ സംസാരിച്ചു തുടങ്ങി? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ. അവളുടെ ഒരാളായിട്ട് തന്നെയാ ഞാൻ തുടങ്ങിയത്. ക്രമേണ ഞാൻ കാര്യത്തിലേക്ക് വന്നു. അവള് വയലന്റ് ആയോ? പല ഘട്ടങ്ങളിലും പല രീതിയിലായിരുന്നു. പക്ഷെ ഫുൾ കൺട്രോളും എനിക്കായിരുന്നു. അവൾക്ക് പെട്ടതുപോലെ അങ്ങ് നിൽക്കാനേ പറ്റിയുള്ളൂ. ഇടയ്ക്ക് അവള് ബഹളം വയ്ക്കാൻ വേണ്ടി കരഞ്ഞു. അങ്ങനെ പല പല കലാപ്രകടനങ്ങളും ഉണ്ടായിരുന്നു. അതിരിക്കട്ടെ, മറ്റേ സാധനം കൊടുത്തോ? ഏത് മറ്റേ സാധനം? കറക്കുറ്റി നോക്കിയുള്ള പെട കൊടുത്താന്ന്. കൊടുക്കണ്ടെന്ന് കരുതിയതാ, പക്ഷേ കൊടുത്തുപോയി. അജുവേട്ടനെ കുറിച്ച് ആലോചിച്ചപ്പോ കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല. കണ്ണും പൂട്ടി ഒരെണ്ണം കൊണ്ട് പൊട്ടിച്ചു. അതിന്റെ ഫോട്ടോ എടുത്തോക്കൊള്ളായിരുന്നു ചേച്ചി. അവള് ജീവിതത്തിൽ ഒരിക്കലും എന്റെ ആ തല്ല് മറക്കില്ല. മറ്റാരും കണ്ടില്ലല്ലോ ചേച്ചി. അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്ക് എന്തോ ഒരു സംശയം തോന്നി. അതാ ഞാൻ ഇവിടുന്ന് വേഗം ഓടി വന്നേ. അപ്പൊ സംഭവ ബഹുലമായ രംഗങ്ങൾക്കാ റെസ്ക്യൂ ഷെൽട്ടർ സാക്ഷ്യം വഹിച്ചത് അല്ലേ? കറക്റ്റ്. വിശദമായ ചർച്ചയൊക്കെ വീട്ടിൽ. ഇനി ആ ഡ്രസ് മാറണ്ടേ? കുറച്ചേരം കിടക്കട്ടെ. എന്തോ ഇതിടുമ്പോ ഒരു സുഖം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയരുന്ന് എത്ര വട്ടം പറഞ്ഞു. അന്ന് ആ SP വന്നപ്പോഴേ ഞാൻ മുന്നറിയിപ്പ് തന്നതാ. ഇനി എന്തെങ്കിലും വന്നാ തന്നെത്താൻ അനുഭവിച്ചോണം. അല്ല, ഞാൻ കരുതിയത് സത്യമായിട്ടും കൗൺസിലിങ്ങിന് വന്നതാണെന്നാ. സംസാരിച്ച് കുറെ ആയപ്പോഴാ ഒരു സംശയം തോന്നിയത്. ഈ കേസിന്റെ പ്രാധാന്യം നിനക്കറിയാലോ. എന്തെങ്കിലും കൈവിട്ടു പോയാൽ പിന്നെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ല.